കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ സംവിധായകരായ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയ്ക്കുമെതിരെ നടപടിക്കൊരുങ്ങി ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ യോഗം ചേർന്ന ശേഷം തീരുമാനമെടുക്കുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് അശ്വിൻ പാലാഴിയാണ് ചേരുന്നത്. അശ്വിൻ, ഗുഡ് മോർണിംഗ്. ഇക്കാര്യത്തിൽ സിനിമാ സംഘടനകൾ കൃത്യമായ ഒരു ഇടപെടൽ നടത്തുന്നില്ല. അത്തരത്തിലൊരു ഇടപെടൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എക്സൈസിനും പോലീസിനും യാതൊരു പ്രശ്നവുമില്ലാതെ അവിടെ പരിശോധന നടത്താനായിരുന്നെങ്കിൽ, ഇങ്ങനെ ഓരോരുത്തരോടും ക്ഷമിക്കാതിരുന്നെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കാമായിരുന്നു എന്നാണ് അല്പസമയം മുമ്പ് സംവിധായകൻ ബൈജു കൊട്ടാരക്കര നമ്മളോട് പറഞ്ഞത്. ഇപ്പോൾ ഫെഫ്കയുടെ ഒരു നിലപാട് എന്താണ് ഈ വിഷയത്തിൽ? കൃഷ്ണ പ്രവിത, ഗുഡ് മോർണിംഗ്. എന്തായാലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അല്ലെങ്കിൽ മാസങ്ങളായി ഈ ലഹരി കേസുകളൊക്കെ ബന്ധപ്പെട്ട് സിനിമാ സംഘടനകൾ ആകമാനം പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു സംഭവം വീണ്ടും ഉണ്ടാകുന്നത് വലിയ തെറ്റായി തന്നെയാണ് സിനിമാ സംഘടനകൾ കാണുന്നത്. എന്തായാലും ഈ കാര്യങ്ങളിലൊന്നും ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നുള്ള വിമർശനവും പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. എന്തായാലും ഇന്ന് പുലർച്ചയോടുകൂടി എന്ന വാർത്തയിൽ അടിയന്തരമായി തന്നെ ഇടപെടാനാണ് ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഫെഫ്കയുടെ നേതൃത്വം രാവിലെ തന്നെ ഡയറക്ടേഴ്സ് യൂണിയനിലെ അംഗങ്ങളെ ഭാരവാഹികളെ വിളിച്ച് അടിയന്തര യോഗം ചേരണമെന്നും ഇരുവർക്കുമെതിരെ നടപടിക്കുള്ള ആലോചനകൾ തുടങ്ങണമെന്നുമുള്ളതാണ് നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇന്നു തന്നെ ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിലേക്ക് ഫെഫ്ക കടക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നടപടിയില്ലാതെ പോയാൽ അത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി വരുന്ന വിമർശനം. കഴിഞ്ഞ ദിവസങ്ങളിൽ അടക്കമുണ്ടായ ലഹരി കേസുകളിൽ സിനിമാ സംഘടനകളുടെ മൗനം അത് പേരിനു മാത്രമുള്ള നടപടികളായി മാറുന്നു എന്നുള്ള വിമർശനം സമൂഹ മാധ്യമങ്ങളടക്കം രൂക്ഷമായിരുന്നു. അതിനിടെയാണ് രണ്ട് പ്രമുഖ സംവിധായകർ ഈ കഞ്ചാവുമായി തന്നെ പിടിയിലാകുന്നത്. എന്തായാലും ഇവർക്കെതിരെ ഇവരെ സിനിമയിൽ നിന്നും താൽക്കാലികമായി മാറ്റി നിർത്തുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനാണ് നേതൃത്വത്തിൻ്റെ ആലോചന എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിലിപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റ് നടപടികൾ വിശദമായി പഠിച്ച ശേഷമായിരിക്കും കടുത്ത നടപടികളിലേക്ക് കടക്കുക. വളരെ ചെറിയ അളവിലുള്ള കഞ്ചാവാണ് പിടിച്ചിരിക്കുന്നതെങ്കിലും നടപടി ചെറുതാക്കേണ്ട എന്നുള്ളതാണ് പൊതുവെയുള്ള സംഘടനയ്ക്കുള്ളിൽ. ചെറിയ അളവിലുള്ള കഞ്ചാവാണ് പിടിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാലും സ്ഥിരമായി ഇത് ഉപയോഗിക്കുന്നു എന്നൊരു മൊഴി കൂടെ അവരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ചെറിയ അളവിലാണെങ്കിലും വലിയ അളവിലാണെങ്കിലും സ്ഥിരമായി ഉപയോഗിക്കുന്നവരാണ് എന്ന് അവർ തന്നെ സമ്മതിച്ചിട്ടുണ്ട് തൽക്കാലം. അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ സിനിമാ മേഖലയിലുള്ള ആളുകളെ ഇതിൽ നിന്നും പിന്മാറ്റാനുള്ള, അല്ലെങ്കിൽ ഇത് സിനിമാ മേഖലയിൽ കഞ്ചാവിൻ്റെയും മറ്റ് സിന്തറ്റിക് ഡ്രഗുകളുടെയും ഒക്കെ വ്യാപനം കുറയ്ക്കാനുള്ള, അതില്ലാതാക്കാനുള്ള നടപടികളൊക്കെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ ഇത്രയും പ്രധാനപ്പെട്ട പ്രമുഖരായ രണ്ട് സംവിധായകരെ കഞ്ചാവുമായി തന്നെ പിടികൂടുന്ന സിനിമാ മേഖലയ്ക്ക്